രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ബലാത്സംഗ കേസിൽ പ്രതിസ്ഥാനത്തുള്ള രാഹുൽ മാങ്കുളത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങൾ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കുകയാണ്. യുവതി പുറത്തുവിട്ട ശബ്ദരേഖ തന്റേത് തന്നെയാണെന്ന് MLA ജാമ്യാപേക്ഷയിലൂടെ സമ്മതിച്ചത് പ്രതിരോധ നിരയിലെ വലിയൊരു വിവാദത്തിന് തിരിച്ചടിയായി. കേസുമായി ബന്ധപ്പെട്ട യുവതി പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങളാണ് MLA-ക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായത്. ഈ ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ തന്നെ കുടുക്കാനായി യുവതി സംഭാഷണം റെക്കോർഡ് ചെയ്തതാണെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അനൌദ്യോഗികമായി സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശബ്ദരേഖയുടെ ആധികാരികത ചോദ്യം ചെയ്യാതെ അത് തന്റേതാണെന്ന് സമ്മതിക്കുകയായിരുന്നു. MLA-യും പരാതിക്കാരും തമ്മിൽ സൗഹൃദത്തിലായിരുന്ന സമയത്തെ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളുമാണ് യുവതി റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത്. ഇത്തരം സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് ദുരുപയോഗം ചെയ്യുകയായിരുന്നു യുവതിയുടെ ലക്ഷ്യമെന്നും ഇത് തന്നെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും രാഹുലിന്റെ അഭിഭാഷകൻ യുവതിയുടെ പരാതി പ്രകാരം കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ MLA ഗർഭധാരണത്തിന് നിർബന്ധിക്കുകയും പിന്നീട് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകുമെന്ന് പറഞ്ഞ് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. ഈ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് ശബ്ദരേഖയുടെ ആധികാരികത സംബന്ധിച്ച് പ്രതിഭാഗം നിലപാട് മാറ്റിയത്. പുറത്തുവന്ന ശബ്ദരേഖയിൽ MLA യുവതിയെ അസഭ്യം പറയുന്നതും നിന്നെ കൊല്ലാൻ സെക്കൻഡുകൾ പോരെ എന്ന് ഭീഷണിപ്പെടുത്തുന്നതും വ്യക്തമായിരുന്നു. യുവതി കരയുമ്പോൾ നിന്റെ ഡ്രാമ അവസാനിപ്പിക്കൂ എന്നിങ്ങനെ MLA പ്രതികരിക്കുന്നതും ഈ സംഭാഷണങ്ങളിലുണ്ട്. ഈ സംഭാഷണ ശകലങ്ങൾ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായ ഘട്ടത്തിലെ പ്രതികരണങ്ങളാണെന്ന് അഭിഭാഷകർ വാദിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വന്നത് യുവതിയുടെ വൈവാഹിക നിലയെക്കുറിച്ചായിരുന്നു. യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് താൻ സൗഹൃദത്തിലായതെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്നുണ്ട്. ഇതോടെ വിവാഹിതയാണെന്ന് അറിയാതെയാണ് രാഹുൽ യുവതിയുമായി ബന്ധം പുലർത്തിയതെന്ന് രാഹുൽ അനുകൂലികളുടെ ആദ്യഘട്ട വാദമാണ് പൊളിഞ്ഞത്. പരാതിക്കാരിയുടെ വൈവാഹിക ജീവിതത്തിലെ പീഡനങ്ങളെ കുറിച്ചും അറിഞ്ഞപ്പോൾ തനിക്ക് സഹതാപം തോന്നിയെന്നും തുടർന്നാണ് സൗഹൃദത്തിലായതെന്നുമാണ് ജാമ്യാപേക്ഷയിൽ MLA-യുടെ വിശദീകരണം. ഈ സൗഹൃദം പിന്നീട് ലൈംഗിക ബന്ധത്തിലേക്ക് വഴിമാറിയെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ഇരുവരും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു നിലനിന്നിരുന്നതെന്നും അതിനെ ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് നീതിയല്ലെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുന്ന പ്രധാന വാദം. അതിനിടെ യുവതി പോലീസിന് നൽകിയ മൊഴിയിലെ കൂടുതൽ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യുവതിയുടെ മൊഴി രാഹുലിന്റെ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾക്ക് വിരുദ്ധമായ വിവരങ്ങളാണ് നൽകുന്നത്. വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് താൻ രാഹുലുമായി പരിചയപ്പെടുന്നതെന്നാണ് യുവതിയുടെ മൊഴി. യുവതിയുടെ മൊഴി പ്രകാരം 2024 ഓഗസ്റ്റ് 22-നാണ് അവരുടെ വിവാഹം നടന്നത്. എന്നാൽ 4 ദിവസം മാത്രമേ അവർ ഒരുമിച്ച് ജീവിച്ചുള്ളൂ. ആ ദാമ്പത്യ ബന്ധം 1 മാസം മാത്രമാണ് നീണ്ടു നിന്നതെന്നും അതിനുശേഷം 5 മാസത്തിന് ശേഷമാണ് താൻ രാഹുലുമായി പരിചയപ്പെടുന്നതെന്നും യുവതി മൊഴിയിൽ വ്യക്തമാക്കുന്നു. അതായത് രാഹുലുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ താൻ വിവാഹ ബന്ധത്തിൽ തുടരുകയായിരുന്നില്ലെന്നും ദാമ്പത്യം അവസാനിപ്പിച്ചിരുന്നുവെന്നുമാണ് യുവതിയുടെ പക്ഷം. ഈ വൈരുദ്ധ്യം കേസിൽ നിർണായകമാവും. യുവതി വിവാഹിതയായിരിക്കവെയാണ് ബന്ധം തുടങ്ങിയതെന്ന രാഹുലിന്റെ വാദം യുവതിയുടെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നില്ല. യുവതിയുടെ വിവാഹബന്ധം അവസാനിച്ച ശേഷമാണ് ബന്ധം തുടങ്ങിയതെങ്കിൽ രാഹുൽ അത് മറച്ചു വെച്ചുകൊണ്ട് യുവതി വിവാഹിതയായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു യുവ നേതാവ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളിൽ കുടുങ്ങിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിലെ വെളിപ്പെടുത്തലുകൾ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. യുവതിയുടെ മൊഴികൾ, ശബ്ദരേഖകൾ, വാട്സപ്പ് ചാറ്റുകൾ എന്നിവ വിശദമായി പരിശോധിച്ച ശേഷമാകും പോലീസ് കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. യുവതിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നിവ നീക്കാൻ പോലീസ് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കോടതിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നും രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനവും ഉറ്റുനോക്കുകയാണ്. MLA-യുടെ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന വാദത്തെ ബലാത്സംഗമായി ചിത്രീകരിക്കാൻ യുവതിക്ക് എന്ത് തെളിവുകൾ ഉണ്ടെന്നതും കേസിൽ പ്രധാനമാണ്. യുവതിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് ശബ്ദരേഖയിലെ ഭീഷണികളും അസഭ്യവർഷങ്ങളും. ഇത് MLA-യുടെ പൊതുരംഗത്തെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുണ്ട്. കേസിന്റെ നിയമപരമായ നടപടികൾക്കൊപ്പം തന്നെ രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് നേരിടേണ്ടി വരും.